ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിന്നീട് മാനസയാണെങ്കിലും ആൻറ്റിയമ്മയോട് ചെന്ന് പറയുന്നുണ്ട്, എന്തായാലും സാഗറിനും അതുപോലെ സുജാതയ്ക്കും എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ മനസ്സിൽ ഞാനൊരു സ്ഥാനം പിടിച്ചു. ഇപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്തു. ആൻറ്റിയമ്മേ, ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുമെന്ന് പറയുന്നു. ആ ഒരു ചതി നീ ചെയ്യണോ? നീ അങ്ങനെ ചെയ്താൽ അത് ആ കഷ്ടത്തിലാവും. ഇപ്പോൾ അനിയൻകുട്ടൻ തീരെ വയ്യാണ്ടിരിക്കുക, അത് കൂടുതലാക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഞാനോ ഹേമയോ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ആൻറ്റിയമ്മ പേടിക്കണ്ട, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനേ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്കിളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം അത് എനിക്ക് തന്നെയാണ് ആൻറ്റിയമ്മേ. ആൻറ്റിയമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. കണ്ടോ, എൻ്റെ നാടകം കാണാനായിട്ട് പോവുകയാണ്. എന്തായാലും ഇവരുടെ മരുമകളാവണവരെ ഞാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അനിയൻകുട്ടൻ നല്ലൊരു ബിസിനസ്മാനാണ്. എല്ലാ ചതിയും അവനെ ശരിക്കും മനസ്സിലാവും. സൂക്ഷിച്ചും കണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ പണി പാളെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ഓഫീസിലെ ഒരു GM കൂടിയല്ലേ, എനിക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആൻറ്റിയമ്മ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറയുന്നു. പിന്നെ കൺമണി റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ വരുൺ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കൺമണി കൺമണി എന്ന് വിളിക്കുമ്പോഴത്തേനും കൺമണി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വരുണനെ തന്നെയാണ്. അപ്പോഴത്തേനും എന്താ വരുൺ എന്ന് പറയുന്നുണ്ട്. കൺമണി, എനിക്ക് എത്ര വിഷമമുള്ളതെന്നറിയോ? കൺമണി എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയതോടുകൂടി തന്നെ എൻ്റെ വിഷമങ്ങൾ ഇരട്ടിയാവുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സങ്കടം വരുന്നു. കൺമണി, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. നീ ഇങ്ങോട്ട് വന്നേ. നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. താൻ എന്ത് പണിയാണോ കാണിക്കുന്നത്, വേഗം എൻ്റെ മുന്നിൽ നിന്ന് പോകാനാണ് നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ അത്തേനും അങ്ങനെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ വിശ്വേട്ടൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. മോളെ കൺമണി, എന്താ മോളെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, വിശ്വേട്ടാ, ഇവൻ ശല്യം ചെയ്യാനായിട്ട് വരുന്നു എന്ന് പറയുന്നു. ആരാടാ നീ എന്ന് പറയുമ്പോഴത്തേനും ഭരത് പറയുന്നുണ്ട്, ഞാൻ കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, ഇവനൊരു ചതിയനാണെന്ന് പറയുന്നു. അപ്പോഴത്തേനും വിശ്വേട്ടൻ പറയുന്നുണ്ട്, ആഹാ, ഇവനൊരു ചതിയനാണോ? ഇവന് ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം, ഇനി മോൾക്ക് ഇവനുമായിട്ടുള്ള ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. ആരാടാ എൻ്റെ കൺമണി മോളെ ഇങ്ങനെ കാണിക്കാനായിട്ട് നിൽക്കുന്നത്? ഇത്രയും പെട്ടെന്ന് പോയില്ലെങ്കിൽ നിൻ്റെ കയ്യും കാലും ഞാൻ ഇപ്പം തല്ലി ഓടിക്കുന്നു പറയാം കേട്ടോ. അപ്പോഴത്തേനും വരുണ് ഓടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ കൺമണി അതുപോലെ തന്നെ വിശ്വേട്ടനോട് സംസാരിക്കുന്നുണ്ട്. ആരാ മോളെ അയാളെന്ന് ചോദിക്കുകയാണ്. അയാൾ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് വിശ്വേട്ട. കാരണം എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളായിരുന്നു. അയാളൊരു ചതിയനാണെന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ എനിക്ക് വലിയ വിഷമമാണ് ആ കാര്യത്തിലെന്ന് പറയുകയാണ്. അതാണോ കാര്യം? വിശ്വേട്ടൻ കൈകാര്യം ചെയ്തോളാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, അയാളുടെ കൈയും കാലും തല്ലി ഓടിച്ചതൊക്കെ മോളാണോ? അത് വിശ്വേട്ട, ഒരു സന്ദർഭത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി, അല്ലാതെ എന്താണ്. അത് നല്ല കാര്യമാണ്. ഇനി മോളുടെ ശല്യപ്പെടുത്താൻ അയാൾ വരില്ല, വിശ്വേട്ടൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോഴത്തേനും വരുൺ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് എങ്ങനെയാണ് എല്ലാവരെയും പരിചയം? എല്ലാവരുടെ മുന്നിലും ഇവൾ പാവപ്പോലെ അഭിനയിക്കുകയാണോ എന്നൊക്കെ വിശ്വേട്ടൻ പിന്നെ പറയുന്നുണ്ട് കൺമണിയോട്. ഞാനേ ഹോസ്പിറ്റലിലേക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ്. കൺമണി മോൾ എങ്ങോട്ടാ ചോദിക്കുമ്പോൾ ഓഫീസിലേക്കാണ്, ഞാൻ അവിടെ ഇറക്കി വിടാം, മോൾ എൻ്റെ കൂടെ വന്നോ എന്ന് പറയുന്നു. അങ്ങനെ വിശ്വേട്ടൻ കൺമണിയും കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നീട് നമ്മുടെ മാനസയും അതുപോലെ തന്നെ സാഗറിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സാഗറിനെയും സുജാതേനെയും കൊണ്ട് മാനസ വരിക കേട്ടോ. എന്താ മോളെ എന്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വന്നേ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇരുന്ന് കഴിച്ചെന്ന് പറയുന്നു. അത് കാണുന്ന ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ഇവളൊരു അഭിനേത്രി തന്നെയാണല്ലോ, ഇവൾക്ക് അവാർഡ് കിട്ടും, അത്രമേൽ അഭിനയിക്കുന്നുണ്ടെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ സാഗറിനെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പം സുജാൻറ്റി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ ഇരുത്തുന്നു. എന്നിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മോൾ തയ്യാറാക്കിയോ? പിന്നെ അല്ലാതെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മോളുണ്ടാക്കിയത് തന്നെയല്ലേ? അങ്കിൾ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഓ, വളരെ നന്നായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറയുന്നു. എന്നാൽ ചേച്ചിയമ്മയും കൂടെ ഇരിക്കുക, ഞാനും മാനസയും പിന്നീട് ഇരുന്നോളാം, നിങ്ങൾ കഴിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മോൾക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാലോ, നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്കിളെ, ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോൾ, എന്താ മോളെ, എന്തുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞോ, എൻ്റെ സസ്പെൻഷൻ ഒന്ന് പിൻവലിക്കണം അങ്കിൾ, എനിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കൽ തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോഴത്തേനും നമ്മുടെ സാഗറിന് ചുമ വരുന്നുണ്ട് കേട്ടോ. ആ ചുമ വരുമ്പോഴത്തേനും മാനസം വെള്ളം എടുക്കാനായിട്ട് നീങ്ങുമ്പോൾ സുജുവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. കണ്ടോ അവളുടെ നാടകം കണ്ടോ, അവൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോപ്പിട്ട് നിർത്തിയത്, തന്നോട് ഞാൻ രാവിലെ പറഞ്ഞതല്ലേ, ഒന്നും മിണ്ടാതിരിക്കും സാഗർ. അപ്പോഴത്തേനും നമ്മുടെ ആൻറ്റിയും പറയുന്നുണ്ട്, ഇത് കൊള്ളാം, ഇവളുടെ നാടകമൊക്കെ അനിയൻകുട്ടൻ്റെ അടുത്ത് നടക്കുമോ?
അപ്പോഴത്തേനും അനിയൻകുട്ടൻ പറയുന്നുണ്ട്, മോളെ ഞാനൊരു കാര്യം പറയാം. കൃഷ്ണൻ MBA കഴിഞ്ഞതിന് ശേഷം തന്നെ ഓഫീസിൽ ജോലി ചെയ്യാനായിട്ട് വന്നപ്പോൾ തന്നെ അവൻ 15 മിനിറ്റ് ലേറ്റായി ഒരു മീറ്റിങ്ങിന്. അന്ന് മുതൽ ഒരാഴ്ച അവനെ പുറത്ത് നിർത്തുക തന്നെയാണ് ചെയ്തത്. അവനുള്ള ശിക്ഷയായിരുന്നു. അന്ന് ചേച്ചിയമ്മയും അതുപോലെ തന്നെ സുജുവൊക്കെ പറഞ്ഞു അവനെ തിരിച്ചെടുക്കാൻ. പക്ഷെ ഞാൻ ചെയ്തില്ല. ഇത് ഞാൻ അവനൊരു പണിഷ്മെൻറ്റ് കൊടുത്തതാണ്. ഞാൻ പറഞ്ഞത് എന്താ മോൾക്ക് മനസ്സിലായോ? മോള് ചോദിച്ചതിന് ഉത്തരം ഇതിൽ തന്നെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അപ്പോഴത്തേനും ചേച്ചിയമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ അനിയൻകുട്ടനോടാണോ ഇവൾ കളിക്കാനായിട്ട് പോകുന്നത്? നടക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. അവൻ്റെ ബുദ്ധി ഇവൾ വിചാരിക്കുന്നതിനപ്പുറമാണ് എന്ന് പറയുന്നു. അപ്പോഴത്തേനും നമ്മുടെ സാഗർ പറയുന്നുണ്ട്, ചേച്ചിയമ്മ ഡയറക്റ്റ് ബോർഡിലുള്ളതല്ലേ, ചേച്ചി പറ, ഇത് സത്യമല്ലേ, ഇങ്ങനെയല്ലേ ചെയ്തത്, ഞാൻ പറഞ്ഞത് കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്നെയും പിടിച്ചിടുകയാണല്ലോ. അത് പിന്നെ കൃഷ്ണനൊരു ശിക്ഷ കൊടുത്തപ്പോൾ പിന്നെ അപ്പോൾ ഇതിന് മാനസിക ദേഷ്യം വരിക കേട്ടോ. അപ്പോൾ ഇതിന് സാഗർ പറയുന്നുണ്ട്, മോൾ വിഷമിക്കേണ്ട, എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാകും, എത്രയും പെട്ടെന്ന് വിഷമിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് സാഗർ അങ്ങോട്ട് പോന്നു. അപ്പോഴത്തേന് സുജു അതുപോലെ സാഗറും കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുജു വന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ ആ സസ്പെൻഷൻ പിൻവലിച്ചൂടെ, നമ്മുടെ മരുമകളായിട്ട് വരാനായിട്ട് പോകുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ അവളോട് നമുക്ക് സ്നേഹമില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സാഗർ പറയുന്നുണ്ട്, അവൾ കള്ള നാടകം കളിക്കാനായിട്ട് നടക്കുകയാണ്, അത് നമുക്ക് നിർത്തണം, എത്രയും പെട്ടെന്ന് വേണം, എന്നാലാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാനായിട്ട് പോവുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് മാനസയും അതുപോലെ തന്നെ ചേച്ചിയമ്മയും സംസാരിക്കുന്നുണ്ട്. മാനസ, സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്യണം. അനിയൻകുട്ടനോടും സുജുവിനോടും അടുക്കാൻ നീ നന്നായിട്ടൊന്ന് നന്നാവുക തന്നെ ചെയ്യണം, അല്ലാതെ ഒന്നും കാര്യം നടക്കില്ല മോളെ. കാരണം അവരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് അവർ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് ഓഫീസിൽ തന്നെയാണ് കാണിക്കുന്നത്. ശ്രീദേവി അവിടെ എന്തൊരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺമണി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേനും അവിടെ ആരും കാണാത്തപ്പോഴത്തേനും ചോദിക്കുന്നുണ്ട് ശ്രീദേവി, മറ്റുള്ള സ്റ്റാഫൊക്കെ എവിടെ ചോദിക്കുമ്പോൾ അവരൊക്കെ ടീ ബ്രേക്ക് അല്ലേ, എങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് പറയുന്നു. പിന്നെ കൺമണി, എനിക്കൊരു സംശയമുണ്ട്, അന്ന് ക്ലിയർ ചെയ്ത് തരുമോ? ഒരു ഡിസൈനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്നു ശ്രീദേവി. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൺമണി ആ ഡിസൈനെ കുറിച്ച് സംസാരിക്കുന്നു. ഇതെല്ലാം മഹിബാൽ അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൺമണി, നീ ഉള്ളതുകൊണ്ട് എനിക്ക് ഡിസൈനെ കുറിച്ച് പറയാൻ പറ്റി. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമില്ലല്ലോ ശ്രീദേവി. ശ്രീദേവിക്ക് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളല്ലേ, ഡിസൈനെ കുറിച്ചും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് എൻ്റെ വിദേശത്തൊക്കെ പഠിച്ച ആളല്ലേ എന്ന് പറയുമ്പോഴത്തേനും ശ്രീദേവി പറയുന്നുണ്ട്, ഞാൻ പഠിച്ചെടുത്താണ്, പക്ഷേ ജന്മനാ കിട്ടിയ സിദ്ധിയാണ് കൺമണിക്കുള്ളത്, അതുകൊണ്ട് തന്നെയാണ് അതിൽ കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഞാൻ അതുപോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് മഹി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താണ് ശ്രീദേവി നിന്നെ ഒരു സോപ്പിടല്ലേ കൺമണി എന്ന് പറയുമ്പോൾ, അത് സോപ്പിട്ട് നിൽക്കുന്നല്ല, അവളെ നിനക്ക് അറിയാഞ്ഞിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും ആ പീരിമേട്ടിലേക്ക് പോയ സമയത്ത് തന്നെയാണ് അവൾ എന്നെ ഒന്ന് സോപ്പിട്ട് നിർത്തി. അതിനുശേഷം തന്നെ കുറേ കാര്യങ്ങൾ എന്നിൽ നിന്ന് ചോർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചു. ആ ഡിസൈൻ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാൻ തന്നെ കാരണം അവളാണ്. അവൾ മാനസയ്ക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. മാനസയുടെ പത്തിയിലാണ് വിഷമെങ്കിൽ ഇവളുടെ പല്ലിലാണ്, സൂക്ഷിച്ചോ കൺമണി എന്ന് പറയുന്നു. അവൾ ഇളകില്ല, അതെനിക്കറിയാം, അവൾക്കുള്ള ശിക്ഷ ഞാൻ നന്നായി കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അതെന്താ ചെയ്തത്, അതൊക്കെ ഞാൻ ചെയ്തു, മഹി വിഷമിക്കേണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ നടന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞു, കൃഷി ഇന്നലെ രാത്രി അങ്ങോട്ട് വന്നതും പായസം കഴിച്ചതും ഒക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ കൺമണി നോക്കുക കേട്ടോ. അപ്പോഴത്തേനും അവിടെ ഒരു സ്റ്റാഫ് വന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി, പുറത്ത് തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആരാണെന്ന് പറയുമ്പോഴത്തേനും കൃഷായിരിക്കും, അവൻ വിളിച്ചു വരുത്തുന്നതായിരിക്കും, ചെല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടെ പൂവൊക്കെ ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുന്ന വരുണിനെ കാണുന്നു. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന്, വിൽ യു മാരി മീ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു കേട്ടോ. ഇയാൾക്ക് എന്ത് വട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് വട്ടനെ കൺമണി, നിന്നെ പിരിഞ്ഞിട്ട് ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ സ്വന്തമാവണം എന്നൊക്കെ വരുണ് കൺമണിയോട് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണി ആകെ നാണം കിടുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ ക്രിസാർ വന്ന് ഞാനിത് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കൺമണിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് വിശേഷം